ഗുഡ് മോർണിംഗ് രോഹിത്. ഗുഡ് മോർണിംഗ്. സാധാരണ ഫേസ്ബുക്കിലൊക്കെ ഈ ബ്രേക്കപ്പ് ആകുമ്പോഴും ഡിവോഴ്സ് ആകുമ്പോഴൊക്കെ ഈ സ്ത്രീകൾ അവരുടെ പാർട്ട്ണർ ഒന്നിച്ചുള്ള ഫോട്ടോ എല്ലാം റിമൂവ് ചെയ്യാറുണ്ട്. സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും എല്ലാവരും പാർട്ട്നേഴ്സിന്റെ ഫോട്ടോ റിമൂവ് ചെയ്യും. അപ്പം ഫ്രണ്ട്സ് എല്ലാം ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം നോക്കുമ്പോൾ ഇവരുടെ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇപ്പൊ തെറ്റി എന്ന് മനസ്സിലാക്കുന്ന ഒരു പെണ്ണാണ് റിമൂവ് ചെയ്യുന്നെങ്കിൽ ഇച്ചിരി കെയറിങ് കൂടുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പൊ അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് PB അൻവർ കുറേ കാലങ്ങളായി പിണറായിയോടൊത്തുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അതിൽ വെച്ചിരുന്നത്. അപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? നേതാവിനൊപ്പമല്ല, മുഖ്യമന്ത്രിക്കൊപ്പമല്ല, ജനങ്ങൾക്കൊപ്പമാണ് താൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കവർ പിക്ചർ മാറ്റിയതിലൂടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ ഈ പടം മാറ്റുമ്പോൾ ചില ആളുകൾ കെയറിങ്ങുമായിട്ട് വരും. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ നിലമ്പൂരിലെ പ്രാദേശിക നേതാവ് കെയറിങ്ങുമായിട്ട് എത്തിയിട്ടുണ്ട്. PV അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് വരണം എന്ന തരത്തിലൊരു മുസ്ലിം ലീഗ് നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ PV അൻവർ തീവ്രവാദിയാകാൻ ഇനി അധിക ദിവസങ്ങളില്ല. മനസ്സിലായോ? അതായത് ഇടതുപക്ഷ സൈബർ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ, അതിനെ ചീവിടുകളെന്നോ എന്തായിരുന്നു കടന്നലുകളെന്നാണ് PV അൻവറും ടീമും വിളിച്ചുകൊണ്ടിരുന്നത്. അത് വെട്ടുക്കിളിക്കൂട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ PV അൻവറിന് ഒരു അവസരം വരാൻ പോവുകയാണ്. PV അൻവർ തീവ്രവാദിയാണ് എന്ന് മുദ്ര കുത്തപ്പെടും. എഴുതി വെച്ചു. അതിന്റെ ക്യാപ്സ്യൂളുകൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. അതായത് ഇടതുപക്ഷത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന കടന്നലുകൾ എന്ന് വിളിക്കുന്ന വെട്ടുക്കിളി കൂട്ടങ്ങളുണ്ട്, സൈബർ പോരാളികളുണ്ട്. അത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളി വിങ്ങിലെ ഏറ്റവും വലിയ ലീഡറായി മാറിയ ആളാണ് PV അൻവർ. അത് പിണറായി വിജയന്റെ അനുഗ്രഹാശംസകളോടെയാണ് എന്ന് പലരും വിചാരിച്ചിരുന്നുവെങ്കിലും അതെങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഇപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ന്റെ അംഗമൊന്നുമല്ല PV അൻവർ. PV അൻവർ അവിടെ ഇടതുപക്ഷ അനുഭാവിയായി മത്സരിച്ച് വിജയിച്ച് കയറിയ ആളാണ്. CPM-ന്റെ ഒന്നും പ്രത്യേകിച്ച് ഒരു സഹായം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. CPM മുഴുവനായി അങ്ങോട്ട് സഹായിച്ചിട്ട് MLA ആളായോ നേതാവായോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതായിരുന്നു ഇഷ്ടം. അദ്ദേഹത്തിന് ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം UDF-നെതിരെയും BJP-ക്കെതിരെയും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഒക്കെ PV അൻവർ ശക്തമായി പോരാടി മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി. ഇപ്പോൾ മറുനാടൻ മലയാളിക്കെതിരെ PV അൻവറിന്റെ വേട്ട, PV അൻവർ പല ചാനലുകൾക്ക്, ക്രൈം, കർമ്മ, നവകേരള, പലർക്കും PV അൻവർ നമ്പർ ഇടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. ചെസ് നമ്പർ ഇട്ട് വെല്ലുവിളിക്കുന്ന അവസ്ഥ കണ്ടു. പക്ഷെ PV അൻവർ വലിയ പോരാളിയായിരുന്നു, പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പോരാടാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ PV അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ സ്വർണ്ണവേട്ടയ്ക്ക് പോകുന്നത്, ഇടയ്ക്ക് കാണാതെ പോയതും ഒക്കെ നോക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന്റെ പൂർണ്ണ തോതിൽ അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കുമായി ബന്ധപ്പെട്ട ഭൂമി വിവാദമൊക്കെ നമുക്കറിയാം. അപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് ആളുകളെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മികത PV അൻവറിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പോലും PV അൻവർ കാണിച്ചൊരു ധൈര്യമുണ്ട്. അത് ഞാൻ ഒരു പാർട്ടിയുടെയും തണലിൽ വളർന്ന ആളല്ല. നിലമ്പൂർ നമുക്കറിയാം. നിലമ്പൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തട്ടകമാക്കി വെച്ചിരുന്ന നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടൊരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അവിടെ വിജയിച്ചു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആര്യാടൻ ടീമും കോൺഗ്രസും ഒക്കെ വലിയ രീതിയിലുള്ള പോർമുഖങ്ങൾ തുറന്നു വെച്ചിട്ടും കോൺഗ്രസ് UDF സംവിധാനങ്ങൾ ഒന്നിച്ച് ഈ പറയപ്പെടുന്ന PV അൻവറിനെ തോപ്പിക്കണം എന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിട്ടും PV അൻവറിന് ഒരു കുലുക്കോ സംഭവിച്ചിട്ടില്ല. PV അൻവർ കുറേ കാലം ഇവിടെ ഇല്ലാതെ ആഫ്രിക്കയിലൊക്കെ പോയി താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും PV അൻവറിന് അവിടെ കിട്ടിയ സ്വീകാര്യതയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് PV അൻവർ പണക്കൊഴുപ്പ് കൊണ്ട് പണം ഇറക്കി ആളെ ഇറക്കിയതാണ് എന്ന് പറഞ്ഞു. പക്ഷേ PV അൻവറിന് അവിടെ ഒന്നും സംഭവിക്കുന്നത്. അപ്പോൾ PV അൻവർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവിടെ ഒരറ്റത്ത് വളർന്നു വരികയാണ്. പിന്നെ തലയ്ക്ക് മീതെ വളരുന്നതിനെ എന്തിനേയും വെട്ടിമാറ്റുക എന്നൊരു രീതി പണ്ടേ ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ രീതി അല്ലെങ്കിൽ പോലും ഇപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവർ അങ്ങനെ ഒരു രീതി മുന്നോട്ട് വെച്ചിരുന്നു. ഒരിക്കൽ നമുക്കറിയാം, ഈ ഒഞ്ചിയത്തെ ഒരു സഖാവിനെ പറ്റി അറിയായിരിക്കും. പാർട്ടിക്കെതിരെ പോരാടുകയും അതിന്റെ പേരിൽ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുകയും പിന്തുണ കൂടുന്നത് അനുസരിച്ച് അതെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹം അവിടെ ആ പാർട്ടിയുടെ ലെവലിൽ മത്സരിച്ചു. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വടകരയിൽ പരാജയപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ പ്രതികാരദാഹിയായി പിന്നീട് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. TP ചന്ദ്രശേഖരൻ എന്നാണ് ആ സഖാവിന്റെ പേര്. അത് മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കാറ് സ്വയമേ ഓടിച്ചവിടെ വന്നു. ഒരു ബോംബ്, അദൃശ്യമായ ഒരു കരങ്ങൾ ഒരു ബോംബ് അദ്ദേഹത്തിന് നേരെ എറിയുന്നു. ഒരു ഭീകരാന്തരം സൃഷ്ടിക്കുന്നു. കുറച്ച് വാളുകൾ മാത്രം ആ ഇന്നോവയിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ 56 വെട്ടി കൊല്ലുന്നു. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ പിന്നീട് മുന്നോട്ട് പോകുന്നു. പക്ഷെ അവിടെ ഒരു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വീട് സന്ദർശിച്ചതും പൊട്ടിക്കരഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ചിരിക്കുന്ന മുഖങ്ങൾ ആരുടേതാണ് എന്ന് മലയാളിക്ക് ഇപ്പോഴും ഒരു സംശയത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ PV അൻവറിന് എന്തായാലും ആ ഗതി വരാൻ പോകുന്നില്ല. കാരണം
DP ചന്ദ്രശേഖരനെ പോലെ അങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരു ഇടതുപക്ഷക്കാരനോ CPM കാരനോ ഒന്നും അല്ല PV അൻവറിന് നന്നായി കളിക്കാൻ അറിയാവുന്ന, PV അൻവറിന് നന്നായി സംവിധാനങ്ങളുള്ള ആളാണ്. പക്ഷേ PV അൻവർ അവസാനം വന്ന് എന്ത് വന്നാലും താൻ വലിയ സംഭവമാണ്, ഈ പാർട്ടി കൂടെ ഉണ്ടാകും, നേതാക്കന്മാർ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചെടുത്ത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഈ പറയപ്പെടുന്ന ഭസ്മാസുരൻ എന്ന് PV അൻവറിനെ ആണോ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കഥ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പുറത്ത് പരമശിവനൊന്നും അല്ല. എന്തായാലും ആ പരമശിവന് നേരെ ഭസ്മാസുരൻ തിരിഞ്ഞപ്പോൾ ഭസ്മാസുരനെ വധിക്കാൻ പരമശിവൻ തീരുമാനമെടുത്ത കഥ പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ ഇന്നലെ വരെ PV അൻവർ ഹീറോ ആക്കി കൊണ്ട് നടന്ന ഈ പാർട്ടി പ്രവർത്തകർക്ക് ഇതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹം ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ മാറ്റും. പക്ഷെ ആരാധനയോടെ, വീരാരാധനയോടെ ഞാൻ നോക്കി കാണുകയാണ്. കാര്യം ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞപ്പോഴേക്ക് ഒരു കൂട്ട ആളുകൾ മൊത്തത്തെ തിരിയുക എന്ന് പറയുന്നത് വേറെ ഏത് നേതാവിനെ കൊണ്ട്, നരേന്ദ്രമോദിയെ കൊണ്ട് പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറയുന്നു PV അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമാണ്, ഇടതുപക്ഷ രീതികളല്ല എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം സൈബർ ഇടങ്ങളിൽ മാറ്റം സംഭവിക്കുകയാണ്. ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിന്, ഞാൻ സത്യം പറയാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായ കരുത്തനായിരുന്ന പാർട്ടി സെക്രട്ടറി പിണറായി വിജയനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം എനിക്ക് അദ്ദേഹത്തിനോട് പാർട്ടി സെക്രട്ടറി തന്നെയാണ് നിലകൊള്ളുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് ആ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം മുഖ്യമന്ത്രി ആയ പിണറായി വിജയനോട് എനിക്ക് യാതൊരു മമതയും ഇല്ല. പക്ഷെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, എന്തോ ആയിക്കോട്ടെ, അയാളുടെ നിലപാട് എന്തോ ആയിക്കോട്ടെ, ഒരു നോട്ടത്തിൽ, ഒരു വാക്കിൽ, ഒരു ശബ്ദത്തിൽ ഒരു കൂട്ടം ആളുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തെ നമ്മൾ ആരാധനയോടെ നോക്കിപ്പോകും. ഞാൻ അല്ല, പക്ഷെ മുഖ്യമന്ത്രി ആകുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറണ്ടേ? അല്ല, ഉറപ്പായി മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എനിക്ക് ഇഷ്ടമല്ല, അദ്ദേഹം ജനകീയനല്ല, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ മനുഷ്യൻ, ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ ഒരു വിൽ പവർ, അദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്ന് ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞപ്പോഴേക്ക് ഒരു പാർട്ടി സംവിധാനം മുഴുവൻ നിലപാടില്ലാത്തവന്മാരായി പോയല്ലേ. ഇത്രയും നാള് PV അൻവറിനെതിരെ വാതുറക്കാരുന്ന ഒരുപാട് CPM നേതാക്കളുണ്ടായിരുന്നു, A റഹീം ഉൾപ്പെടെ. അവരെല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണം. എന്താണ് മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവർ പറഞ്ഞ ഉണ്ടാതിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇതിനകത്ത് ഇപ്പൊ രാവിലെ ഞാനൊരു ട്രോള് കണ്ടു. മറ്റേ ഈ PV അൻവറിന് ഇപ്പോൾ വലിയ രീതിയിൽ മറ്റേ മുസ്ലിം ലീഗും ബാക്കിയുള്ള അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക ആളുകളും ഒക്കെ മലബാർ മേഖലയിൽ PV അൻവറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു പരിധി വരെയൊക്കെ ഐക്യദാർഢ്യം ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നുണ്ട്. രാവിലെ കണ്ട ട്രോളാണ്, എല്ലാവരും അൻവറിനൊപ്പമാണ് വാപ്പ, ഞാനും പോവാ, നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഞാനും പോവാ, അപ്പോ റിയാസേ എന്ന് വിളിക്കുന്ന തിലകന്റെ ഒരു മീമിയൊക്കെ വെച്ചിട്ട് ഒരു ട്രോളൊക്കെ ഇത്തരത്തില് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷേ PV അൻവറിനെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടത്തില്ല. കാരണം PV അൻവറിനേക്കാൾ 1000 മടങ്ങ് ശക്തനാണ് പിണറായി വിജയൻ. ഇത് പക്ഷേ PV അൻവർ വലിയൊരു അടിയാണ് ഉള്ളത് പറയാലോ. കാരണം PV അൻവർ ഒരുപാട്, അത് അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അഹങ്കാരമാണ്, എന്നാൽ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ശകലമൊക്കെ ആവശ്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകളും ഒക്കെ പല വിഷയം, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും PV അൻവറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അല്ല, അത് ഞാൻ പറഞ്ഞു, പണ്ട് ഒരു പഴഞ്ഞിലുണ്ട്, നോക്കൂ, ഒരു വട്ടം അടി കിട്ടിയാൽ പേടിയാ, രണ്ടാമത് കിട്ടുമോ? ഇതൊരു 10-15 വട്ടം അടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടിയെ പേടിയില്ലാതാവും, പിന്നെ ഇതിനെ നേരിടാൻ തീരുമാനിക്കും. അങ്ങനെയാണ് PV അൻവർ നേരിടാൻ ഇറങ്ങുന്നത്. പക്ഷേ നേരിടാൻ ഇറങ്ങാനുള്ള ധാർമ്മികമായ അവകാശം PV അൻവറിന് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ പിണറായി വിജയൻ ഒന്ന് മുഖം തിരിച്ചപ്പോഴേക്ക് PV അൻവറിനെതിരെ ഇടതുപക്ഷം തിരിഞ്ഞുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താമസിയാതെ ക്യാപ്സൂൾ വരും. ഈ പറയപ്പെടുന്ന PV അൻവർ തീവ്രവാദിയാണെന്ന തരത്തിൽ ക്യാപ്സൂൾ ഇറങ്ങും. PV അൻവറിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കപ്പെടും. PV അൻവറിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കപ്പെടും. അദ്ദേഹം ആഫ്രിക്കയിൽ സ്വർണ്ണം കുഴിക്കാൻ പോയ കഥയും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ, നോക്കൂ, അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാപ്പായും വാപ്പായുടെയും വരെ കഥകൾ ഇപ്പോൾ ചെകഞ്ഞ് പുറത്തിടും. കാരണം എന്ന് പറയുന്നത് BJP സൈബർ ഇടങ്ങളെക്കാൾ, വലതുപക്ഷ സൈബർ ഇടങ്ങളെക്കാൾ കൂടുതൽ കരുത്താർജിച്ചതാണ്. ഇപ്പോൾ BJP കേരളത്തിന് 1 മില്യൺ അടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിനേക്കാൾ കരുത്താർജിച്ചതാണ് ഇടത് വെട്ടുക്കിളി കടന്നൽ കൂട്ടങ്ങൾ. ആ കടന്നൽ കൂട്ടങ്ങൾക്ക് വെള്ളവും വെളിച്ചവും വളവും നൽകാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട്. അത് തിരിഞ്ഞുകുത്തി ഭസ്മാസുരന് വരം കൊടുത്ത പോലെ, ഭസ്മാസുരന്റെ മരണം സംഭവിച്ചതുപോലെ PV അൻവർ എന്ന് പറയുന്ന നേതാവിന്റെ, ഇടതുപക്ഷ നേതാവിന്റെ അവസാനത്തിലേക്ക്, PV അൻവറിന്റെ അല്ല, PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് ചിലപ്പോൾ ഇത് പോകാൻ ഒരു സംഘം ആളുകൾക്ക്
നേതൃത്വം കൊടുക്കുന്ന ഒരാൾ തീരുമാനിച്ചാൽ അത് സാധ്യമാക്കും. ആ സാധ്യമാകാൻ കരുത്തുള്ള നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ അസ്വസ്ഥനാണ്. കാരണം ആക്രമിച്ചു എന്ന് CM-ന് നേർക്കുനേർ നിന്ന് സംസാരിക്കാനും CM-ന്റെ ഓഡിയോ ക്ലിപ്പുകൾ അടക്കം ഫോൺ സന്ദേശം അടക്കം പുറത്തുവിടാനും CM-ന്റെ അതായത് പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇരിക്കുന്നതിന്റെ കാൽത്തട്ട് വരെ നനയാൻ തുടങ്ങി, വെള്ളം പൊങ്ങുകയാണ്, ഇനി ഈ വെള്ളം അണ പൊട്ടിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പിണറായി വിജയന് കൃത്യമായി മനസ്സിലാക്കിയെടുത്താണ് കൃത്യമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവിടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിച്ചൊരു മാധ്യമപ്രവർത്തകർ വളരെ സന്തോഷത്തോടെ വളരെ ആരാധനയോടെ ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണാണ്. അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയുണ്ട്. പിണറായി വിജയൻ ഒന്ന് കുലുങ്ങിയില്ലേ, കണ്ടായിരുന്നോ ആ വീഡിയോ? റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ അവിടെ ഇരുന്നുകൊണ്ട്, ഞാൻ അതിന്റെ പേര് പറയുന്നില്ല, TV ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ, പ്രസാദ് ഏട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. പ്രസാദ് ഏട്ടൻ്റെ ഒരു ശരീരഭാഷയൊക്കെ ഇട്ട് കൈയൊക്കെ എടുത്ത് മുകളിലൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഏത് ചാനലിന്റെ പേര് പറഞ്ഞാലും CM-ന് ഇച്ചിരിയല്ലേ CM-എ, ബഹുമാനം കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ബഹുമാനം കളയേണ്ട അടുത്ത് കളഞ്ഞ രീതിയിലുണ്ട്. ഈ PVN വിഷയം പറയുമ്പോൾ അത് ഒരു വിഷയമാക്കി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ല. എന്നാലും TV പ്രസാദ് എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകന്റെ, റിപ്പോർട്ടർ ചാനലിന്റെ ആ മാധ്യമ പ്രവർത്തകന്റെ ആ ആറ്റിറ്റ്യൂഡ് എല്ലാ മാധ്യമ പ്രവർത്തകരും അല്ല, ആ ആറ്റിറ്റ്യൂഡ് എല്ലാ മാധ്യമ പ്രവർത്തകരും എടുത്താൽ ഈ നേതാക്കന്മാർക്ക് മാധ്യമ പ്രവർത്തകരോടുള്ള പുച്ഛവും കളിയാക്കലും ഉണ്ട്. അതങ്ങ് അവിടെ തീരും. എന്തായാലും PVN വിഷയത്തോടു കൂടി നട്ടലുള്ള TV പ്രസാദിന്റെ സ്റ്റോറികൾ, അദ്ദേഹത്തിന്റെ കഥകൾ, അദ്ദേഹത്തിന് കുറെ പേര് അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിക്കാറുണ്ട്. എന്നാൽ പോലും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചില്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിന്റെ സ്റ്റോറികളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തോടു കൂടി ഞാൻ 3 പേരുടെ ആരാധകരായി മാറി. ശത്രുപക്ഷത്ത് നിൽക്കുന്ന PV അൻവറും ഇപ്പുറത്ത് നിൽക്കുന്ന പിണറായി വിജയനും. ഞാൻ പറയാം, പിണറായി വിജയന്റെ കാര്യം അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാചകം കൊണ്ട് ഒരു പാർട്ടി സംവിധാനം മൊത്തം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പുറത്തെ TV പ്രസാദ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, ഈ 3 പേരോടും ഒരേ സമയം ആരാധന തോന്നുകയാണ്. ആറ്റിറ്റ്യൂഡ് കൊള്ളാം 3 പേരുടെ. ഓക്കെ.